ദ ഫിയണീഷ്യൻ സ്കീം റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ വെസ് ആൻഡേഴ്സൺ. ആൻഡ് ഇതിൽ കുറെ പ്രോമിനന്റ് ആക്ടേഴ്സ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് വിത്ത് ടോം ഹാങ്ക്സ്, ബെനഡീഷ്യോ ഡെൽ ടോറോ, ബെനഡിക്ട് കംബർബാച്ച്, സ്കാലറ്റ് ജൊഹാൻസൺ, ജെഫ്രി വെയ്റ്റ്, മൈക്കിൾ സെറ ആൻഡ് ബ്രയൻ ക്രാൻസ്റ്റൺ. ആൻഡ് ഇതിൽ ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ് ഒരു വെസ് ആൻഡേഴ്സൺ സിനിമയിലെ സർക്കാസ്റ്റിക് ക്യാരക്ടേഴ്സ് ആയിട്ട് വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദിസ് മൂവി ഈസ് എവറിത്തിങ് വിച്ച് ഇസ് കോൾഡ് എ വെസ് ആൻഡേഴ്സൺ സിനിമ. പ്രൊഡക്ഷൻ സിനിമ ടിക്ക്, വിഷ്വൽസ് ടിക്ക്, കോമഡി ടിക്ക്, പെർഫോമൻസ് ടിക്ക്. ബട്ട് വൺ തിങ് ഇസ് മിസ്സിംഗ് ആൻഡ് ദാറ്റ് ഇസ് എ പ്രോപ്പർ കണ്ടന്റ്. ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയുള്ള ഒരു സ്റ്റോറി അത് വലിച്ചു നീട്ടി 1.25 മണിക്കൂർ ആക്കി എങ്ങനെ ഇരിക്കും, അതേപോലത്തെ ഒരു ഫീലാണ് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. അൺനെസറി ആൻഡ് റിപ്പീറ്റേറ്റീവ് കോമഡി, ഡ്രാഗ് സീക്വൻസസ് ഒക്കെ അടങ്ങിയ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒട്ടും വർക്ക്ഔട്ട് ആയില്ല. പിന്നെ കുറച്ചെങ്കിലും എൻഗേജിങ് ഫാക്ടർ ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് ഹാഫ് ആണ്. ക്ലൈമാക്സും കുറച്ച് ഡീസന്റ് ആയിട്ട് അവർക്ക് അവസാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ വെസ് ആൻഡേഴ്സൺ സിനിമ കാണാത്ത ഒരാളോട് ഞാൻ ഈ സിനിമ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് എന്റെ ഫേവറേറ്റ് മൂവി ഓഫ് വെസ് ആൻഡേഴ്സൺ വിൽ ബി ദ ഡാർജിലിംഗ് അൺലിമിറ്റഡ്. പിന്നീടാണ് ഞാൻ ദ ഗ്രാൻഡ് ബുഡാപെസ്റ്റ് ഹോട്ടൽ സിനിമ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ ദ ഐ ലവ് ഡോഗ്സ് എന്ന അനിമേഷൻ സിനിമയും ഒരു മസ്റ്റ് വാച്ച് തന്നെയാണ്. ഓവറോൾ ദ ഫിയണീഷ്യൻ സ്കീം ഒരു ആവറേജ് അനുഭവമേ സമ്മാനിച്ചുള്ളൂ.